ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണ്. ഇങ്ങനെ ചേർച്ചയുള്ളവർ തമ്മിലാ വിവാഹം കഴിക്കേണ്ടത്. ഞാനുണ്ടാക്കിയ നാടൻ ചിക്കൻ കറിയാ, നാടൻ കോഴിക്കറി. ഇത് രാജുവിന് വലിയ ഇഷ്ടാ. അയ്യോ, രാജുവിന് കൊണ്ടുവന്നതാണോ? രാജുവിന് വേണ്ടി ഉണ്ടാക്കിയതാ, പക്ഷെ എല്ലാവർക്കും കഴിക്കാം, പ്രത്യേകിച്ച് മുണ്ടക്കലമ്മയ്ക്ക്. തങ്കപ്പെട്ട പെങ്കൊച്ച്. ഈ പ്രദേശത്ത് രാജുവിനെ പ്രേമിക്കാൻ ഈ വക ഒരു 2-3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യം കുശാലായേന്. എന്താ രുചി! ഇതിനെയാണ് കൈപുണ്യം എന്ന് പറയുന്നത്. എനിക്ക് ചിക്കൻ കറിയൊന്നും വേണ്ട കേട്ടോ. ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സൗന്ദര്യം മാത്രമല്ല, പാചക വിദ്യാഭ്യാസം കൂടെയാ. രമ്യമോക്ക് ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. കേട്ടോ, രമ്യമോള് കയറി ചെല്ലുന്ന വീട്ടില് മഹാലക്ഷ്മി വിളയാടും. ഇവളൊക്കെയാണ് തറവാട്ടമ്മ, അറിയാമോ? ഈ തള്ള എവിടെ നിന്നാണ് പൈസ മേടിച്ചോ? കാണും. എനിക്ക് വേണ്ട, ഞാൻ കുറെ ദിവസമായിട്ട് വെജിറ്റേറിയനാ. എടാ രാജു, ഭാര്യയാകാൻ പോകുന്നവൾ എന്ത് തന്നാലും കഴിക്കണം. അങ്ങോട്ട് വിളമ്പി കൊടുക്കുമോളെ. വിളമ്പുന്നേക്കെ കൊള്ളാം, ഞാൻ കഴിക്കില്ല. എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. അയ്യോ, നാളെ രാവിലെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. രാജു, അല്ല മാഡം ഒന്ന് ദേഷ്യത്തിൽ നിൽക്കുന്നത്? എനിക്ക് ദേഷ്യം ഉള്ളതുകൊണ്ട്. രാജുന് എന്നെ കാണാൻ പേടി, പേടി കൊണ്ട് പനി വരുന്നു, എന്നെ ഒളിച്ചു നടക്കുന്നു. എന്താ ശരിയല്ലേ? അത് അത് ടെൻഷൻ കൊണ്ടാ മാഡം. ടെൻഷനോ? രാജുനെന്താ എന്നെ കാണുമ്പോ ഇത്ര ടെൻഷൻ? ഞാനെന്താ രാജുനെ കടിച്ച് തിന്നു കളയോ?
നമ്മൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ രാജു? ഞാൻ രാജുവിനെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? മാഡം ഉപദ്രവിച്ചാലും എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു പോയി. അതാണോ പേടി? ആണും പെണ്ണും തമ്മിൽ പ്രേമിക്കുന്നതൊക്കെ സുഖമുള്ള കാര്യമല്ലേ രാജു? രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണ്. ഇങ്ങനെ ചേർച്ചയുള്ളവർ തമ്മിലാ വിവാഹം കഴിക്കേണ്ടത്. കണ്ടൂട ദീപകനി, തുളസിത്തറയിലെ പ്രണയ കോലാഹലങ്ങൾ, കാഞ്ചനമാലയും മൊയ്തീനും, ഇണപ്രാവുകൾ. അത് നോക്കി നിന്ന് സന്തോഷിക്കുന്ന ഒരു അച്ഛനും. കാലി കൊണ്ട് എനിക്ക് അടിമുടി വിറയ്ക്കുക. ഞാൻ അങ്ങോട്ട് ചെന്ന് അവിടെ കർണടിച്ച് പൊട്ടിക്കട്ടെ അമ്മേ. എന്നിട്ട് നിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കും. അമ്മേ, എന്റെ കോൺഫിഡൻസ് തകർക്കല്ലേ അമ്മേ. എടാ, ഇപ്പൊ തല്ലാൻ പിടിക്കൊന്നും വേണ്ട. ഇതെവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. നീ വാ, ഇത് ഞാൻ ശരിയാക്കി തരാം. രാജു, വർമ്മ സാറെ വിളിക്കുന്നു. സർ. രാജു, രാജുവിന്റെ പനിയൊക്കെ മാറിയോ? അത് മാറി സാർ. അതെന്ത് പനിയാ? ഒറ്റ ദിവസത്തെ പനിയോ? അത് കൊള്ളാമല്ലോ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. വാ, നമുക്ക് കഴിയാം. ഞാൻ കഴിച്ചതാണ് സാർ. കഴിച്ചതാണെങ്കിൽ ഒന്നുകൂടെ കഴിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉള്ളതാ. ഒത്തിരി നേരം ഇരിക്കേണ്ടി വരും. വാ, വന്ന് കഴിക്കുക. സാർ വരാൻ. ഏട്ടനെ വിളിച്ചോ യാമിനി? വിളിച്ചു. ആ, അല്ല, നീ ഇനി എന്നാ നെല്ലിയമ്പതിക്ക് പോകുന്നേ? തീരുമാനിച്ചില്ല ചേച്ചി. ആ, പോയിട്ട് വരുമ്പോഴേ കുറച്ച് നല്ല തേന് കൊണ്ടുവരണം. എനിക്ക് മരുന്നിനാ. ശരി ചേച്ചി. ഇരിക്കും. ചെറിയമ്മ കഴിച്ചോ? ഇല്ല, കഴിക്കാം. അകലെ